സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു, അവിടുന്ന് അരുൾ ചെയ്താലും. 142 സങ്കീർത്തനം. പരിത്യക്തൻ്റെ പ്രാർത്ഥന. ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാതികൾ ചൊരിയുന്നു. എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുൻപിൽ നിരത്തുന്നു. ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അങ്ങറിയുന്നു. ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവെച്ചിരിക്കുന്നു. വലതുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു, എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല. ആരും എന്നെ പരിഗണിക്കുന്നുമില്ല. കർത്താവ്, ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. അങ്ങാണ് എൻ്റെ അഭയം, ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു. പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവർ എൻ്റെ ശക്തിക്ക് അതീതരാണ്. തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ നാമത്തിന് നന്ദി പറയട്ടെ. നീതിമാന്മാർ എൻ്റെ ചുറ്റും സമ്മേളിക്കും, എന്തെന്നാൽ അവിടുന്ന് എന്നോട് ദയ കാണിക്കും. ദൈവജനമേ, സങ്കീർത്തനം 142 അധ്യായം നമ്മളുടെയൊക്കെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഉയരുന്ന ഒരു നിലവിളി കൂടിയാണ്. ദാവീദ് രാജാവ് ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോൾ, ചുറ്റും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടപ്പോൾ തൻ്റെ ആത്മാവ് പൂർണ്ണമായും തളർന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ സങ്കടങ്ങൾ മുഴുവൻ ഒഴിച്ചുവിടുന്ന ഒരു പ്രാർത്ഥനയാണിത്. എൻ്റെ സങ്കടം ഞാൻ യഹോവയോട് നിലവിളിച്ചറിയിച്ചു. എൻ്റെ കഷ്ടത ഞാൻ അവൻ്റെ മുമ്പാകെ പ്രസ്താവിച്ചു. മനുഷ്യ സഹായം അസ്തമിക്കുകയും ഓടിയൊളിക്കാൻ ഒരിടമില്ലാതാവുകയും ചെയ്ത നിസ്സഹായതയുടെ പാരമ്യത്തിൽ ദാവീദ് തൻ്റെ ഏക ആശ്രയമായ ദൈവത്തെ മുറുകെ പിടിക്കുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ആദ്യം അഭയം തേടേണ്ടത് മനുഷ്യനിലല്ല, ദൈവത്തിൻ്റെ കരുണാർദ്രമായ സന്നിധിയിലാണ് എന്നാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം വളരെ വികാര നിർഭരവുമാണ്. സാവുൾ രാജാവിൻ്റെ അന്യായമായ പീഡനങ്ങളാൽ മനംനൊന്ത് ദാവീദ് അദുല്ലാം ഗുഹയിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. തൻ്റെ ജീവൻ അപകടത്തിലായ ആ സന്ദർഭത്തിൽ ഭയവും അരക്ഷിതാവസ്ഥയും അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. തന്നെ സഹായിക്കാൻ ആരുമില്ലെന്നും തൻ്റെ വലതു ഭാഗത്ത് നിൽക്കാൻ ഒരു മനുഷ്യനുമില്ലെന്നും അദ്ദേഹം വിലപിക്കുന്നു. ഈ മാനസികാവസ്ഥയിൽ തൻ്റെ ഏക അഭയവും ഓഹരിയുമായ ദൈവത്തോട് തൻ്റെ ആത്മാവിൻ്റെ ഭാരം മുഴുവൻ ഇറക്കി വയ്ക്കുകയാണ് ദാവീദ്. തൻ്റെ ചുറ്റുമുള്ള കെണികളെയും ശത്രുക്കളെയും ചൂണ്ടിക്കാട്ടി, കർത്താവെ, അങ്ങനെ വിടുവിക്കണമേ എന്ന് അദ്ദേഹം കേണപേക്ഷിക്കുന്നു. ഈ പശ്ചാത്തലം പൂർണ്ണമായ ആശ്രയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആവശ്യകതയെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇന്നത്തെ ആധുനിക പാപപങ്കിലമായ ലോകത്തിലും ഈ വികാരം അന്യമല്ല. ജോലിസ്ഥലത്തെ അന്യായമായ പീഡനങ്ങളാൽ മനംനൊന്ത ഒരു യുവതി, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളാൽ തളർന്നുപോയ ഒരു കുടുംബനാഥൻ, അതല്ലെങ്കിൽ ഗുരുതരമായ രോഗത്തിൻ്റെ പിടിയിലമർന്ന ഒരു വ്യക്തി, ഇവർക്കെല്ലാം ചുറ്റുമുള്ള ലോകം ഒരു ഗുഹ പോലെ ഇരുണ്ടതും ഭീതിജനകവുമായി തോന്നാം. ആധുനിക സമൂഹത്തിലെ തിരക്കുകൾക്കിടയിൽ യഥാർത്ഥ സഹായം നൽകാൻ ആരുമില്ലെന്ന തിരിച്ചറിവ് നമ്മെയും ചിലപ്പോഴൊക്കെ നിസ്സഹായരാക്കി എന്ന് വരാം. അത്തരം സന്ദർഭങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളോ ബാങ്ക് ബാലൻസോ അല്ല, മറിച്ച് സങ്കീർത്തകൻ്റെ അതേ വാക്കുകൾ തന്നെ ആവണം നമ്മുടെ പ്രാർത്ഥന. കർത്താവെ, എൻ്റെ അഭയസ്ഥാനവും ജീവനുള്ളവരുടെ ദേശത്തിലെ എൻ്റെ ഓഹരിയും നീ തന്നെ. ദൈവജനമേ, ഈ സങ്കീർത്തനത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം നാം മനസ്സിലാക്കുന്നത് പുതിയ നിയമത്തിലാണ്. ദാവീദിൻ്റെ കഷ്ടപ്പാടുകൾ വരാനിരിക്കുന്ന മിശിഹായുടെ കഷ്ടപ്പാടുകളുടെ ഒരു നിഴൽ മാത്രമായിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, കർത്താവ് കടന്നുപോയ ആ വേദനാജനകമായ അവസ്ഥ, ഗെത്സമൻ തോട്ടത്തിലെ അവിടുത്തെ പ്രാർത്ഥന, അവിടെ മരണകരമായ വ്യസനത്തിലായിരുന്നു നമ്മുടെ കർത്താവ്. തൻ്റെ ശിഷ്യന്മാർ പോലും ഉറങ്ങിപ്പോയപ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക്
തൻ്റെ ആത്മാവിനെ അവിടുന്ന് സമർപ്പിച്ചു. അവിടുത്തെ പീഡാനുഭവ സമയത്ത് മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും ചുമന്നുകൊണ്ട് പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവനെ പോലെ അവിടുന്ന് നിലവിളിച്ചു. എന്നാൽ കർത്താവായ യേശു തൻ്റെ സമ്പൂർണ്ണമായ അനുസരണത്തിലൂടെയും ആശ്രയത്തിലൂടെയും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി. അവിടുത്തെ ജീവിതം നമുക്ക് സഹനത്തിൻ്റെയും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്. കർത്താവിൻ്റെ ഈ പൂർണ്ണമായ ആശ്രയബോധം നമ്മെയും പ്രചോദിപ്പിക്കണം. ഈ ലോക ജീവിതം വെറും നൈമിഷികമാണ്. കർത്താവ് എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം. ആ വരവിനായി നാം തയ്യാറായിരിക്കണം. സങ്കീർത്തകൻ്റെ പ്രാർത്ഥന പോലെ നമ്മുടെ ആത്മാവിനെ തടവിൽ നിന്ന് വിടുവിക്കാൻ നാം അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കണം. ലോകത്തിൻ്റെ കെണിയിൽ നിന്നും പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് വിശുദ്ധിയോടെയും ഒരുക്കത്തോടെയും ജീവിക്കാൻ നമുക്ക് അനുദിനം സാധിക്കണം. കർത്താവിൻ്റെ രണ്ടാം വരവ് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു കോൺസെപ്റ്റോ ഫിലോസഫിയോ അല്ല. അത് നടക്കാൻ ഇരിക്കുന്ന അതിഭയാനകമായ ഒരു സംഭവം തന്നെയാണ്. നോഹയുടെ കാലത്തെ പോലെ, സൊദോം ഗൊമോറയിൽ നടന്നതുപോലെ. അതിനാൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവവചനത്തിലുമായി നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരമായി കാണണം, തകർച്ചയുടെ അവസരങ്ങളായല്ല. സങ്കീർത്തനം 142 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നാണ്. നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്ന, നമ്മുടെ കണ്ണീർ തുടയ്ക്കുന്ന ഒരു നല്ല ജീവനുള്ള ദൈവമുണ്ട്. നീതിമാന്മാർ എന്നെ ചുറ്റിപ്പറ്റും, നീ എനിക്ക് ഔദാര്യം കാണിക്കുമല്ലോ എന്ന് ദാവീദ് പറയുന്നത് പോലെ. അതിനാൽ ധൈര്യമായിരിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറയാം. അവിടുന്ന് നമ്മളെ ഒരിക്കലും കൈവിടില്ല. നമ്മുടെ ജീവിതത്തെ അവിടുന്ന് പുതിയ പ്രകാശത്തിൽ നിറയ്ക്കും. ദൈവം നിങ്ങളെ സമ്പുഷ്ടമായി അനുഗ്രഹിക്കട്ടെ.